എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. സന്തോഷമെന്തെന്നോ ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയെപ്പോലെയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കയ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മാനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു. അത് എനിക്കു പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല. അവിടുന്ന് കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അതു പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്നും ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കു, തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യനു നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. അവനു പ്രത്യാശയ്ക്കു വകയുണ്ട്. അവൻ്റെ കവിൾത്തട്ടം 4 ഏറ്റുവാങ്ങട്ടെ. നിന്ദനം കൊണ്ട് അവൻ നിറവേറട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിക്കുകയുമില്ല. തൻ്റെ കാരുണ്യത്തെ ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.